നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരുകൾ മുറുകുകയാണ്. കെ.സി. പക്ഷമാണ് എതിർപ്പുമായി രംഗത്തുള്ളത്. ഭൂരിപക്ഷം എം.എൽ.എമാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടും അത് അവഗണിച്ചാണ് സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കെ.സിക്ക് നേരെ സംഘടിത സൈബർ ആക്രമണം നടന്നുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് നിയുക്ത എം.എൽ.എമാരായ പഴകുളം മധുവും എം.എം. നസീറും ആവശ്യപ്പെട്ടത്. AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പദ്ധതിയില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിന് ഈ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന ചോദ്യവും കോൺഗ്രസിൽ നിന്ന് മുഴങ്ങുന്നുമുണ്ട്. കെ.സി. വേണുഗോപാൽ അപമാനിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവും രംഗത്തെത്തിയത് ദേശീയ തലത്തിൽ തന്നെ കെ.സിയുടെ പരാജയം ചർച്ചയാകുന്നുവെന്ന സൂചനയാണ്. രാഹുൽ ഗാന്ധിയുമായി ഉറ്റ അടുപ്പമുള്ള നേതാവാണ് കെ.സിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ലെങ്കിൽ രാഹുലിന് ഒരു വാക്ക് ആദ്യമേ പറഞ്ഞാൽ കെ.സി പിൻവാങ്ങുമായിരുന്നു. എന്നാൽ ഈ രീതിയിൽ ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മനസ്സുകൊണ്ട് കെ.സിക്ക് പിന്തുണയും കൊടുത്തു. ഇതോടെയാണ് കെ.സി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കങ്ങൾ ശക്തമാക്കിയത്. സീറ്റ് കിട്ടിയവരിൽ ഭൂരിപക്ഷവും കെ.സി പിന്തുണച്ചവരാണ്. ഇവർക്കുള്ള തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കെ.സി കാട്ടിയതുമില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നു എന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകർ ചോദിച്ചപ്പോൾ കെ.സിയുടെ പേര് തന്നെയാണ് മിക്കവരും ചൂണ്ടിക്കാട്ടിയത്. കണ്ണൂർ MP കെ. സുധാകരനെ പോലുള്ളവർ കെ.സിക്ക് ആയി നീക്കം ശക്തമാക്കുകയും ചെയ്തിരുന്നു. മിക്ക നേതാക്കളെയും നേരിട്ട് കണ്ട് സുധാകരൻ കെ.സിക്കുള്ള പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗ് വി.ഡിയുടെ പേര് പറയുകയും അത് രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ വി.ഡിക്ക് അനുകൂലമായത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടരുത് എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ്റെ കോലം കത്തിച്ചാണ് ലീഗ് അണികൾ പ്രതികരിച്ചത്. കെ.സിയെ പിന്താങ്ങിയ AP അനിൽകുമാർ വണ്ടൂരിൽ നിന്നും ഇനി ജയിച്ചു വരില്ല എന്ന രീതിയിൽ വണ്ടൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ലീഗിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഭീഷണികളായിരുന്നു. 22 MLA-മാരുടെ ബലത്തിൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീഷിൻ്റെ പേരിൽ ഉറച്ചു നിന്നപ്പോൾ ഹൈക്കമാൻഡിന് സതീഷിന് അനുകൂലമായി തന്നെ തീരുമാനം എടുക്കേണ്ടി വന്നു. ഈ ഘട്ടത്തിലെങ്കിലും കെ.സിയുമായി സംസാരിച്ച് കെ.സി രംഗത്തില്ല എന്ന് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ദയനീയമായി താൻ പിന്തള്ളപ്പെടുന്നത് കെ.സിക്ക് കാണേണ്ടിയും വന്നു. മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ച കെ.സിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ഇതോടെയാണ് കെ.സി പക്ഷ നേതാക്കൾ രംഗത്ത് വന്നത്. ദേശീയ തലത്തിൽ സംഘടനയെ മികവാർന്ന രീതിയിൽ നയിച്ച കെ.സി അപമാനിക്കപ്പെട്ടു എന്ന വികാരമാണ് കെ.സി പക്ഷത്തുള്ളത്. തീരുമാനത്തിൽ കടുത്ത നിരാശയുണ്ടെന്ന് കെ.സിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തവുമാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി പോസ്റ്റ് കൂടി ആവശ്യപ്പെട്ടാൽ അതും നൽകാൻ താൻ തയ്യാറാണെന്നാണ് കെ.സി ഇന്നലെ പ്രതികരിച്ചത്. വി.ഡിയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കെ.സി മറുപടിയും പറഞ്ഞില്ല. എന്താണ് കെ.സിയുടെ അടുത്ത നീക്കങ്ങൾ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.